ലതിക ടീച്ചറാണ് യെല്ലോ ക്ലൗഡ് നൽകുന്ന മെഡൽസ് നൽകുന്നതെങ്കിൽ പ്രശംസാപത്രം സമ്മാനിക്കുന്നതിന് വേണ്ടി നിയോവിറ്റ IVFന്റെ ദ ഡയറക്ടർ ആൻഡ് ദ ചീഫ് എംബോളജിസ്റ്റായ മിസ്റ്റർ ടോബിൻ തോമസ് അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ഇൻവൈറ്റ് ചെയ്യാണ്. നിയോവിറ്റ IVFന്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. മിസ്റ്റർ ടോബിൻ തോമസ് ആണ് ഞങ്ങളുടെ ഇന്നത്തെ ക്ലയൻസിൽ ഒന്നാണ്, ഞങ്ങളുടെ നിയോവിറ്റ IVF. ആൻഡ് അദ്ദേഹം ഇവിടെ എത്തുന്നു. ഒപ്പം തന്നെ കേരള വിഷന്റെ ക്യാഷ് പ്രൈസ് നൽകുന്നതിന് വേണ്ടി രജനീഷ്, ദ ഡയറക്ടർ ഫോർ ദി കേരള വിഷൻ ന്യൂസ്, അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡിലെ വസ്ത്രനിർമ്മാണ രംഗത്തെ മികവിനുള്ള അവാർഡാണ് നൽകുന്നത്. ഇതിന് അർഹമായിരിക്കുന്നു അസോഫ് ഫാഷൻ ഡിസൈൻ സ്കൂൾ കടപ്പാക്കട. ആദ്യം നമുക്ക് അവരുടെ പ്രൊഫൈൽ ഒന്ന് കണ്ടു നോക്കാം. അസോഫ് ഫാഷൻ ഡിസൈൻ സ്കൂൾ ചെറിയ പ്രായം മുതൽ തന്നെ ഏറെ താൽപര്യം തോന്നിയ ഒരു മേഖലയിലേക്ക് എല്ലാ എതിർപ്പുകളെയും മറികടന്നെത്തി വിജയം നേടുകയും ഒപ്പം അനേകം സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യാനുള്ള അറിവും പ്രാപ്തിയും നൽകിയ സ്ഥാപനമാക്കി അസോഫ് ഫാഷൻ ഡിസൈൻ സ്കൂൾ എന്ന സ്ഥാപനത്തെ വളർത്തിയെടുത്ത കഥയാണ് ടി രാജിയുടേത്. 2000-ൽ അധികം വിദ്യാർത്ഥികളാണ് രാജിയുടെ ശിക്ഷണത്തിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയത്. ഫാഷൻ ഡിസൈനിംഗ്, സ്റ്റിച്ചിങ്, മെഷീൻ എംബ്രോയ്ഡറി, ഹാൻഡ് എംബ്രോയ്ഡറി, ആഭരണ നിർമ്മാണം, ഗ്ലാസ് പെയിന്റിംഗ്, സാരി ഡിസൈനിംഗ് തുടങ്ങി ചെറുതും വലുതുമായ 14ഓളം കോഴ്സുകൾക്ക് ഇവിടെ നിന്ന് പരിശീലനം നൽകുന്നുണ്ട്. ഇവിടെ പഠിച്ചിറങ്ങിയവരും പഠിക്കുന്നവരുമായ ഓരോരുത്തരും സ്വന്തമായി വരുമാനം നേടുന്നുണ്ട് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. നിർധനരായ നിരവധി വനിതകൾക്ക് സംരംഭകത്വ പരിശീലനം നൽകാനും സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ അവർക്ക് സൗജന്യമായി തയ്യൽ മെഷീൻ നൽകാനും രാജിക്ക് കഴിഞ്ഞു. ഫാഷൻ കോളമിസ്റ്റും അധ്യാപികയും എഴുത്തുകാരിയുമായ ടി രാജി ഇത്തരം കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവർക്ക് ഏറെ വഴികാട്ടിയാകുന്ന 9 പുസ്തകങ്ങൾ മനോരമ ബുക്സ് വഴി ഇതിനകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് സ്വന്തമായി വരുമാനം കണ്ടെത്താനും അവരുടെ സർഗാത്മകതയെ തിരിച്ചറിയാനും ഉള്ള കേന്ദ്രമാക്കി അസോഫ് ഫാഷൻ ഡിസൈൻ സ്കൂളിനെ മാറ്റാനും എടുത്ത പരിശ്രമത്തിന് അഭിനന്ദനങ്ങൾ. കടപ്പാക്കട മൊത്തമായിട്ട് വേദിയിലേക്ക് എത്താൻ പോവാണ്. ഇതിൽ 7 പേർക്കാണ് മെഡൽസ് ഉള്ളത്. ആ മെഡൽ മേടിക്കാനുള്ള 7 പേരാണ് മുന്നോട്ട് വരേണ്ടത്. ബാക്കി എല്ലാവർക്കും ബാക്കിലോട്ട് തന്നെ അസംബിൾ ആകാം. ലതിക ടീച്ചറിന്റെ ഓൾറെഡി മെഡൽസ് ഉള്ള 7 ചേച്ചിമാർക്കും മുന്നോട്ട് നിൽക്കാം. ബാക്കി എല്ലാവരും സ്റ്റേജിലേക്ക് പിന്നിലായിട്ട് നിൽക്കാം. മെഡൽസ് ഉള്ള 7 പേരാണ്. മെഡലുള്ള 7 പേരാരൊക്കെയാണ്? ചേച്ചി വരെയാണോ? മെഡലുള്ള ഒരാൾ ഉണ്ടല്ലേ? ആരാണ് മെഡൽ മേടിക്കുന്ന? എല്ലാവരും ആയോ? ഓക്കെ. ഈ 7 പേർക്കാണ് മെഡൽസ് ഇടാൻ പോകുന്നത്. ടീച്ചറെ നമുക്ക് ഇവിടെ നിട്ട് കൊടുക്കാം. ഈ 7 പേർക്കാണ് മെഡൽസ് ഉള്ളത്. യെസ്. കുറച്ച് ഫ്രണ്ടിലോട്ട് നിൽക്കാം നമുക്ക് ഓരോരുത്തർക്കായിട്ട്. ഇങ്ങോട്ട് നിൽക്കോളൂ. അതായത് എല്ലാവരും കാണുന്ന പോലെ നിന്നോളൂ. കുറച്ചുകൂടെ ഫ്രണ്ടിൽ ചേച്ചിമാർ, ഈ സെറ്റ് ചേച്ചിമാർ ഇങ്ങ് വന്നേ. സെറ്റ് ചേച്ചിമാർ വന്നേ. ചേച്ചിമാർ വന്നേ, ഇങ്ങോട്ട് വന്നേ. യെസ്. അസോഫിന്റെ ഞങ്ങളുടെ ടീമാണ് വേദിയിലുള്ളത്. ഇനി അവർക്ക് വേണ്ടുന്ന ഞങ്ങളുടെ പ്രശംസാപത്രം നൽകുന്നു. പ്രശംസാപത്രം നൽകുന്നതിനായിട്ട് നിയോവിറ്റ IVFന്റെ ദ ഡയറക്ടർ മിസ്റ്റർ ടോബിൻ തോമസ് അദ്ദേഹത്തെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. ഡയറക്ടർ മിസ്റ്റർ ടോബിൻ തോമസ് ആണ്. അസോഫ് ഡിസൈനിങ് ആണ്. സോ നമ്മുടെ ക്യാഷ് പ്രൈസ് കൂടി നൽകുകയാണ്. ക്യാഷ് പ്രൈസ് കൂടി നൽകുന്നു. ഞങ്ങളുടെ ക്യാഷ് പ്രൈസ് നൽകുന്നു. കേരള വിഷന് വേണ്ടിയാണ് ക്യാഷ് പ്രൈസ് നൽകുന്നത്. നിങ്ങൾ
ഇത്രയും പേരുള്ളതുകൊണ്ട് ചോദിക്കുകയാണേ, ഞാൻ കൗണ്ട് ഡൗൺ പറയും, 3, 2, 1. ഒന്ന് മാക്സിമം എനർജിയിൽ ഒന്ന് വിളിച്ചോണം, തംസ് അപ്പ് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ മൊമെന്റിന് വേണ്ടിയാണ്. കാരണം ഇത്രയും പേരുള്ളതുകൊണ്ടാണ്. മാക്സിമം എനർജി കൂവ എന്തെങ്കിലും വിളിക്കുക. ഓക്കെ, കുടുംബശ്രീക്ക് വേണ്ടി, കേരളത്തിൽ എല്ലാവർക്കും ഉള്ള കുടുംബശ്രീക്ക് വേണ്ടി 3, 2, 1. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൺ ടു ദ ലെഫ്റ്റ് നമുക്ക് ഇറങ്ങാം.